പുറത്തമ്പോത്തി തമ്പൂരാന്മാരും കാറ്റത്താടും കണ്ണാടി കൂടാരക്കൂടാക്കും കൂടുക്കയിൽ കൊണ്ടാടും പണ്ടാരക്കെട്ടും വായാടി പൊട്ടത്ത പെണ്ണും കൂടെയൊരു ചുളാരം പൂവത്താറാവും പൂത്തരങ്ങിൽ കിണ്ണം പൊക്കം വിട്ടാട്ടം. നേരം വെളുത്തിട്ട് മണിക്കൂർ 2 ഈ മന്ത്രിയെ കാണുന്നില്ലല്ലോ. കൊട്ടാര മഹാമന്ത്രി ഇനിയും എഴുന്നള്ളിയില്ലേ? എടാ ശശി, ഒന്ന് വാടപ്പ. എന്താടാ രാജപ്പ? ഓ, എഴുന്നള്ളിയോ? പക്ഷെ നമുക്ക് നമ്മുടെ പഴയ പേര് വിളിച്ചത് ഇഷ്ടായില്ല. അപ്പൊ അങ്ങ് എന്റെ പഴയ പേര് വിളിച്ചതോ? എന്തെങ്കിലും ആവട്ടെ, നമുക്ക് വിടാം. കുപ്പിംഗ് ഗ്ലാസ് എടുക്കട്ടെ? അതെന്തിനാ? 2 വിടാന്നല്ലേ പറഞ്ഞത്? അതല്ല, ഈ പേര് വിളിച്ച കാര്യം മറക്കാമെന്ന്. ഓ, രാവിലെ തന്നെ വെറുതെ കൊതിപ്പിച്ചു. ഇത് എതിന്റെ കേടായത് ഇയാൾക്ക്? ഈ നാട്ടിലെ ബാറുകളെല്ലാം അടച്ചു പൂട്ടിക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ടാണോ? പക്ഷെ കൊട്ടാര ഉപദേശകൻ ഒരു കൊട്ടാര ഉപദേശകൻ, അയാളുടെ ഓരോ ഉപദേശം കാരണം ജനങ്ങളെല്ലാം സഹികെട്ടിരിക്കുകയാണ്. വൈഫൈ ശരിയില്ലല്ലോ. എന്ത് വൈഫ് ശരിയല്ലെന്നോ? വൈഫ് അല്ലട കോപ്പെ, വൈഫൈ വർക്ക് ചെയ്യുന്നില്ലെന്ന്. മറ്റ് രാജ്യങ്ങളിലെ രാജാക്കന്മാർ രാവിലെ മുതൽ അയക്കുന്ന വാട്സാപ്പ് മെസ്സേജ് കിട്ടാതെ ഒരു രസവുമില്ല. ഇന്നാള് മെൽബണിലെ കോലൻ രാജാവ് ഒരു മെസ്സേജ് അയച്ചു. അതൊന്ന് കാണേണ്ടതായിരുന്നു മന്ത്രി. ദുഷ്ടൻ. എന്നിട്ട് എനിക്കൊന്ന് ഫോർവേഡ് ചെയ്ത് തന്നില്ല. അല്ല, ഈ വൈഫൈക്ക് എന്താ പറ്റിയത്? അത് റൗട്ടറിന് പിന്നെ തേങ്ങാക്കൊല വീണിട്ടാണ്. അത് ആരെങ്കിലും ഒന്ന് വിളിച്ച് ശരിയാക്കിക്കൂടെ? ആര് വരാനാണ്? ഹാൻഡിമാൻമാർ ജോലിക്ക് വരുന്നില്ല. കോൾസും വൂൾവർത്തും ജോലിക്ക് ആളെ കിട്ടാതെ വലയുന്നു. നിങ്ങളുടെ ഒടുക്കത്തെ ബാർകൂട്ടികൾ കാരണം ജനങ്ങൾക്ക് ജീവിതത്തോട് തന്നെ വിരക്തിയായി. ആത്മഹത്യകൾ പെരുകുന്നു, അക്രമം വർദ്ധിക്കുന്നു. നാം ഇതൊന്നും അറിഞ്ഞില്ലല്ലോ. നിങ്ങൾ അറിയില്ല. നിങ്ങൾക്ക് 5 സ്റ്റാർ ബാറിൽ പോയി സോമരസം മോന്താം, തൊട്ടു നക്കാൻ ചില്ലി ചിക്കൻ, വിളമ്പിത്തരാൻ കൊട്ടാരം നടത്തിയുമാർ. അതിനിടയിൽ പ്രജകളുടെ ക്ഷേമം ആരന്വേഷിക്കാൻ? തൽക്കാലം ഒരു ഭടനെ വിളിച്ച് മച്ചിൽ കയറിയ തേങ്ങാക്കൊലയെടുത്ത് മാറ്റ്. ഇന്റർനെറ്റ് ഇല്ലാതെ ജീവിക്കാൻ നമുക്കാവില്ലെന്ന് മന്ത്രിക്ക് അറിയില്ലേ? ആരെവിടെ? അയ്യോ, ആരാവിടെ? ഓ, ഞാൻ ആ ഭടനെ വിളിച്ചതാണ്. ഓ, ഞാൻ കാശ് കൊടുക്കാനുള്ള ആരോ വന്നെന്ന് കരുതി. ഉത്തരവ്. മച്ചിൽ കയറി ഇന്നലെ വീണ ആ തേങ്ങാക്കോല ഒന്ന് എടുത്തു കളയണം. ഉത്തരവ്. ഇവൻ എന്ത് പറ്റി? ഇവന്റെ ആരോഗ്യസ്ഥിതി കണ്ടിട്ട് മച്ചിൻ പുറത്ത് കയറിയാൽ ചിലപ്പോൾ താഴെ ഇറക്കാൻ വേറെ ആളെ കയറ്റേണ്ടി വരും. വേറെ ആരോഗ്യമുള്ള ആരെയെങ്കിലും വിളിക്കൂ മഹാമന്ത്രി. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ രാജ്യം ഒരു തുള്ളി മദ്യം കിട്ടാതെ വരളുന്നു. ജനങ്ങൾ കഷ്ടപ്പാടിലാണ്. ആർക്കും ഒന്നിലും താല്പര്യമില്ല. എല്ലാവരും അവശരും ക്ഷീണിതരുമാണ്. ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, മഹാറാണിക്ക് 2 ദിവസമായി ചില കാര്യങ്ങളിൽ താല്പര്യം കുറവാണ്. പിന്നെ തോഴികളുള്ളത് കൊണ്ട് നാം ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്യുന്നു. തോഴികളുള്ളത് കൊണ്ട് കോഴി അഡ്ജസ്റ്റ് ചെയ്യുന്നതാണോ നമ്മുടെ വിഷയം? ജനങ്ങൾ കഷ്ടപ്പാടിലാണ്. എന്തെങ്കിലും ഉടൻ ചെയ്യണം. നാം എന്താണ് ചെയ്യേണ്ടത്? കൊട്ടാരൻ ജോൾസിനെ വിളിച്ച് നമുക്കൊന്ന് പ്രശ്നം വെച്ച് നോക്കിയാലോ? എന്നാ കോപ്പ് വെച്ചിട്ടായാലും ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം കാണണം. ആരെവിടെ? കൊട്ടാരൻ ജോൾസിനെ വിളിച്ചു വരുത്തു. ഉത്തരവ്. എന്നാലും ഈ വൈഫൈ ഇല്ലാതെ നാം എങ്ങനെ ജീവിക്കും? രാജൻ, നീங்க இந்த 3G യൂസ് பண்ணுங்கோ. എന്നാൽ 3G ഉപയോഗിച്ചൂടെ? ചില വീഡിയോകൾ കണ്ട് നമ്മുടെ 3G ഡേറ്റ തീർന്നുപോയി മന്ത്രി. റീചാർജ് ചെയ്യാനാണെങ്കിൽ കയ്യിൽ കാശുമില്ല. ബ്ലാക്ക് ടൗൺ കൊട്ടാരം വാഴും രാജാതിരാജ പോക്കിരി രാജ രാജമാണിക്യം നീണാൽ വാഴട്ടെ. കൊട്ടാരം ജോത്സ്യർ. അരുളിയാലും അങ്ങ് എന്തിനാണ് അതിരാവിലെ എന്നെ കിടക്കപ്പായ നിന്ന് വിളിച്ചടിപ്പിച്ചത്? അങ്ങ് അറിയുന്നില്ലേ, ഈ രാജ്യം ഒരു പ്രതിസന്ധിയിലാണ്. ജനങ്ങൾ തൊണ്ട നിറക്കാൻ ഒരു തുള്ളി മദ്യമില്ലാതെ വലയുന്നു. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം. ഞാനൊന്ന് കവടി നിരത്തി നോക്കാം.
ദേവി കാത്തോളനെ. ഓം തുടക്കം മാംഗല്യം സ്വാഹ, പിന്നെ ജീവിതം സ്വാഹ, തന്തനാനേനാ സ്വാഹ. ഒരു വഴി തെളിഞ്ഞു കാണുന്നുണ്ട്. ഓ, സമാധാനമായി. എന്താണ് ആ വഴി? മദ്യത്തിന്റെയും പെണ്ണിന്റെയും മണം അറിയാത്ത ഒരു മുനികുമാരൻ. അയാൾ ഈ മണ്ണിൽ കാലെടുത്തു വെച്ചാൽ ഇവിടെ മദ്യമഴ പെയ്യും. പ്രജകൾ ആനന്ദ നൃത്തം ചവിട്ടും. മുൻകാലങ്ങളിലെ പോലെ ആളുകൾ ജോലിക്ക് പോയി തുടങ്ങും. ഈ രാജ്യം പഴയ സമൃദ്ധിയിലെത്തും. ഈ ഓസ്ട്രേലിയയിൽ, അതും ഈ ന്യൂ ജനറേഷൻ കാലത്ത്, മദ്യത്തിന്റെയും പെണ്ണിന്റെയും മണമറിയാത്ത ഒരു മുനികുമാരനോ ഉണ്ടാകുമോ? എവിടെ? ഉണ്ട്, അങ്ങനെ ഒരാളുണ്ട്. പക്ഷേ അയാൾ ഇപ്പോൾ കൺട്രി സൈഡിൽ ഉഗ്ര തപസ്സിലാണ്. അവന്റെ തപസ്സിളക്കി ഇവിടെ കൊണ്ടുവരണം. അത് ഞങ്ങൾ ഏറ്റു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ജോസ്യൻ, കഷ്ടപ്പാടാണ്. ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. രാവിലെ വിളിച്ചിറക്കി കൊണ്ടുവന്നിട്ട് 100 രൂപ. മന്ത്രി, ആ മുനികുമാരനെ കൊണ്ടുവരാനുള്ള ഏർപ്പാട് ചെയ്യൂ. മന്ത്രി, തുടങ്ങട്ടെ മേളം. കൊട്ടാരം നർത്തകി ഊർവശി നൃത്തം ചവിട്ടട്ടെ. വന്ദനം മുനിനന്ദന, സാന്ദ്രചന്ദന ശീതളവനികകൾ, സാമമന്ത്രം ചൊല്ലിയുണർത്തിയ നന്ദന മുനിനന്ദന. ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇനി എന്ത് ചെയ്യും രാജൻ? ഇനിയിപ്പോ മേനകയെ വിളിക്കൂ. കുപ്പിവളക്കില കിലുകിലുങ്ങണല്ലോ, കാൽത്തളകൾ കിലുകിലുങ്ങണല്ലോ, കരളിന്റെ കരളെ പറയാമോ, ഞാനൊന്നു കൂടെ പോന്നോട്ടെ താഴ്വാരമാകെ. വസന്തകാലം വിരുന്നു വന്നു നമുക്ക് വേണ്ടി, വസന്തകാലം വിരുന്നു വന്നു നമുക്ക് വേണ്ടി. ഇതൊന്നും രക്ഷയില്ല. ഇനി എന്ത് ചെയ്യും? കൈവിട്ടു പോയി എന്നാ തോന്നുന്നു. കൊട്ടാര നർത്തകി രംഭയെ കളത്തിലിറക്കൂ. അവൾക്കേ ഇവന്റെ മനസ്സിലാക്കാൻ പറ്റൂ.
ഒരു രക്ഷയുമില്ലല്ലോ. ഇനി എന്തു ചെയ്യും മഹാമന്ത്രി? ഇതൊറ്റ നടക്ക് പോകുമെന്ന് തോന്നുന്നില്ല. ഞാൻ 18ാമത്തെ അടവ് പ്രയോഗിക്കട്ടെ. എന്തായാലും വേണ്ടിയില്ല, ഇവനെ വളക്കണം. അല്ലട ശശി, എന്തായിരുന്നു നീ ആ മുനികുമാരന് അയച്ചത്? അത് നമ്മുടെ ലോക പ്രശസ്തമായ സരിതയുടെ വാട്സാപ്പ് വീഡിയോ.